ഖത്തറിൽ വെച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ 3 വയസ്സുള്ള മോള് മരണപ്പെട്ടു. വലിയ സങ്കടം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. നമ്മുടെ ഈ കേട്ടൻ്റെ കൂടെ ഒരു മുത്തുമാല കണ്ടിട്ടില്ലേ? അതിങ്ങനെ ലിഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഈ മോള് ആ മുത്തുമാല ഇങ്ങനെ കഴുത്തിൽ ചുറ്റി. ഒരു പെൺകുട്ടി ഒരു മുത്തുമാല കണ്ടാൽ ആദ്യം എന്ത് ചെയ്യും? അത് കഴുത്തിൽ ചുറ്റുമല്ലോ. അവളിങ്ങനെ കഴുത്തിൽ ചുറ്റി സോഫയുടെ മുകളിൽ കയറിയിട്ട് കഴുത്തിൽ ഇങ്ങനെ ചുറ്റി സോഫയിൽ നിന്ന് വീണു. ആ നിമിഷം ആ മോള് ഈ ലോകത്തുനിന്ന് പോയി. അത് അറിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടൊരു യാത്രയുണ്ടായിരുന്നു. അവിടെ വെച്ച് ആ വീട്ടിൽ പോയി സുഹൃത്തിനെ കണ്ടു, അവൻ്റെ വൈഫിനെ കണ്ടു. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ആ മോളുടെ ഖബറിടം ഒന്ന് കാണണം. അങ്ങനെ ഖത്തറിലൊരു പള്ളിയുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഖബറിടങ്ങളൊക്കെ അവിടെയാണ്. അവിടേക്ക് പോയി. അപ്പം കുഞ്ഞുങ്ങളുടെ ഖബർ മാത്രമുള്ളൊരു സ്ഥലമുണ്ട്. ഭയങ്കര സങ്കടം തോന്നുന്നൊരു കാഴ്ചയാണ്. ആ ഖബറിസ്ഥാനിൽ പുതിയ ഒരു ഖബറുണ്ട്, അത് ഈ മോളുടെ ഖബറാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു പ്രാർത്ഥിച്ചു. ആ മോൾക്ക് വേണ്ടി പഠിച്ചവനോട് പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എൻ്റെ ആ സുഹൃത്ത് ഒരു സംഭവം പറഞ്ഞു. അവരെല്ലാ ദിവസവും അവിടെ പോകും, മോളെ കാണാൻ പോകുന്നത് പോലെ എല്ലാ ദിവസവും അവിടെ പോകും. അങ്ങനെ എല്ലാ ദിവസവും അവിടെ പോകുന്ന സമയത്ത് മിക്കവാറും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ഫാമിലിയൊക്കെ അവിടെ ഉണ്ടാവും. അവരുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അവരും വന്നിട്ടുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു ഫാമിലിയെ എല്ലാ ദിവസവും അവർ കാണും. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കും, നിങ്ങളുടെ കുഞ്ഞിന് എന്താ പറ്റിയതെന്ന് ചോദിക്കും. അങ്ങനെ അവർ തമ്മിൽ സംസാരമാവും, പരിചയമാവും, നമ്പർ കൈമാറും. അങ്ങനെ നമ്പർ കൈമാറി 30ഓളം കുടുംബങ്ങൾ പരസ്പരം അറിയാൻ തുടങ്ങി. മലയാളികൾ മാത്രമൊന്നുമല്ല, എല്ലാവരും ഉണ്ട് അതിനകത്ത്. അവർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. എനിക്കവൻ ആ ഗ്രൂപ്പ് ഇങ്ങനെ കാണിച്ചു തന്നു. ഞാൻ ആ ഗ്രൂപ്പിലെ ഓരോ നമ്പറും ഇങ്ങനെ നോക്കി. ഓരോ നമ്പറിനകത്തും ആ മനുഷ്യരനുഭവിക്കുന്ന സങ്കടവും വേർപാടും ദുഃഖത്തിൻ്റെ ആഴവും എത്ര വലുതാണ് എന്ന് അതിലുള്ള ഓരോ ആൾക്കും അറിയാം. ഒന്നും അങ്ങോട്ടും കൊണ്ടും പറയണ്ട, അവർക്കറിയാം ഓരോ നമ്പറിനകത്തും എത്ര വലിയ ദുഃഖമാണ് അതിനകത്തുള്ള ഓരോ ആളും അനുഭവിക്കുന്നത് എന്ന് പരസ്പരം അത്രയും അറിയുന്ന കുറച്ച് ആളുകളുടെ കൂട്ടായ്മ. ഈ ലോകത്തുണ്ടായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഏറ്റവും മനോഹരമായ ഗ്രൂപ്പുകളിൽ ഒന്നായിരിക്കും അത്. മനുഷ്യൻ എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ കണ്ടെത്തുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്കും ഇവർ ചെയ്യുന്ന മനോഹരമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കുഞ്ഞുങ്ങൾ ശബ്ദം ഉണ്ടാക്കും, അതിൽ യാതൊരു വിഷമവും വിചാരിക്കരുത്. കുഞ്ഞുങ്ങളുടെ ശബ്ദം ഈ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിക്കാനേ പാടുള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന പോലെ അല്ലേ കുട്ടികൾ വീട്ടിലും ഇങ്ങനെ തന്നെ അല്ലേ? അവര് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും, ഇവർക്കൊക്കെ കളിക്കാൻ പോയിക്കൂടെ അല്ലേ? നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കുന്നത് എന്താണ്? ഇവർക്കൊക്കെ അടങ്ങിയിരുന്നോടെ എന്ന് ചിന്തിക്കുന്നില്ലേ? അതേപോലെ അവർ നമ്മളെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇവരെന്തായി കാണിച്ചുകൊണ്ടിരിക്കണം, ഇവർക്ക് എന്തെങ്കിലും പോയിട്ട് കളിച്ചുകൂടെ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. എനിക്കെന്താണെന്നറിയോ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു പ്രസംഗമായിട്ടേ അല്ല. എനിക്കിപ്പോൾ 40 വയസ്സായി. 1982 ആഗസ്റ്റ് 15-നാണ് ഞാൻ ജനിച്ചത്. 40 വയസ്സായി. അപ്പോൾ ഈ 40 വയസ്സ് ജീവിതത്തിൽ, 40 കൊല്ലത്തെ ജീവിതത്തിൽ ഇപ്പം ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങളോട് പറയാനാണ്. ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തും പ്രസംഗിച്ചിട്ടില്ല. എനിക്ക് വളരെ ഇമോഷണലായി നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. തിരക്കുള്ള ആളുകളുണ്ടെങ്കിൽ
എണീച്ച് പോയിക്കൊണ്ടോ, യാതൊരു വിഷമം വിചാരിക്കണ്ട. സമയം ഇപ്പം തന്നെ വൈകിട്ടുണ്ട് എന്നറിയാം. ഞാൻ അധിക നേരമൊന്നും സംസാരിക്കില്ല, കുറച്ച് നേരം സംസാരിക്കൂ. പിന്നെ നമുക്ക് കുറച്ച് സമയം ഇൻട്രാക്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടി ചെലവഴിക്കാം. ഇത്രയും കൊല്ലത്തെ ആയുസ്സിൽ ഇങ്ങനെ ജീവിച്ച് പോന്നിട്ട് ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കുമല്ലോ. നമ്മളിങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒന്ന് വെച്ച് കുത്തുമ്പോഴാണ് എത്ര നടന്നു എന്നും ഇനി എത്ര നടക്കാനുണ്ട് എന്നും ആലോചിക്കുക, അല്ലേ? വെച്ച് കുത്തിയിട്ടില്ലെങ്കിൽ ആ പോക്ക് അങ്ങനെ പോകും. അതേപോലെ ഈ ഒരു വർഷത്തിൻ്റെ എൻഡ് അവസാനമൊക്കെ അങ്ങനെയുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിനാണ് ശരിക്കും നമ്മൾ സമയം കണ്ടെത്തേണ്ടത്, അല്ലേ? ജനുവരി എന്നുള്ള പേര് തന്നെ ഉണ്ടായത് ജാനുസ് എന്നുള്ള ഒരു സങ്കല്പമുണ്ട്, ഒരു ദേവസങ്കല്പം. ആ ദേവസങ്കല്പത്തിൻ്റെ പ്രത്യേകത, അതിന് 2 തലകളുണ്ട്. ജാനുവരി എന്ന് പറഞ്ഞാൽ 2022 കാണുന്നു, 2023 നോക്കുന്നു. 2 തലകൾ, 2 കാഴ്ചകൾ ഒരേപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് ജാനുവരി എന്നുള്ള പേരുണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അധിക കാലമൊന്നും ജീവിക്കില്ല, ഇനി വളരെ കുറച്ച് കാലം കൂടെ ജീവിക്കുള്ളൂ എന്ന് ഒരു ഇൻഡ്യൂഷൻ ഉണ്ട്. അത് വെറുതെ ഒരു ഇൻഡ്യൂഷനാണ്, ചിലപ്പോൾ അങ്ങനെയൊന്നും ആവില്ല. നമുക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവില്ല, ഗട്ട് ഫീൽ ഉണ്ടാവുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു ഗട്ട് ഫീൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗട്ട് ഫീൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് പിറകിലേക്ക് ചിന്തിക്കണം. എൻ്റെ കാക്ക മരിച്ചത് 26-ാമത്തെ വയസ്സിലാണ്. എൻ്റെ തൊട്ട് മുകളിലുള്ള ആളായിരുന്നു. ഞങ്ങൾ 4 ആൺകുട്ടികളായിരുന്നു, ഞാൻ അവസാനത്തെ ആളാണ്. എൻ്റെ തൊട്ട് മുകളിലുള്ള ആളായിരുന്നു. അവൻ്റെ കല്യാണത്തെക്കുറിച്ചൊക്കെ ഏകദേശം ആലോചിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ അവനൊരു പുതുമാരനായൊക്കെ ഇറങ്ങേണ്ട ഒരു സമയത്താണ് അവൻ്റെ മൃതദേഹം, മയ്യത്ത് പള്ളിയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അവൻ്റെ മരണത്തിനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു മരണചിന്ത ശരിക്കും എല്ലാ നിമിഷവും ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യൻ്റെ ഒരു ദുര്യോഗമാണ്. വേറെ ഒരു ജീവജാലത്തിനും അതില്ല കേട്ടോ, മനുഷ്യന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മനുഷ്യന് മാത്രമേ മരണചിന്ത ഉള്ളൂ. അത് നമ്മുടെ വലിയ ഒരു ദുഃഖവുമാണ്. അടുത്ത നിമിഷം അറവിന് കൊണ്ടുപോകുന്ന ഒരു കാളയ്ക്കോ ഒരു പോത്തിനോ ഒരു ജീവജാലത്തിനോ പോലും മരണത്തെ പേടിയില്ല. കാരണം മരണത്തെക്കുറിച്ച് അതിന് അറിയില്ല. മനുഷ്യന് മാത്രമാണ് ഈ അറിവുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ പേര് തന്നെ മർത്യൻ എന്നാണ്, അല്ലേ? മർത്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? എന്താ? മൃത്യു ഉള്ളവൻ. പേരാണത് മർത്യൻ. നമ്മളല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്ന പേരെന്താ? ജീവി എന്നാ പറയാ, അല്ലേ? ജീവി എന്നല്ലേ പറയാ. കാരണം അവർക്ക് ജീവിതത്തെ കുറിച്ചുള്ള ആലോചന മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു പ്രശ്നം മരണത്തിനെ കുറിച്ചുള്ള തികച്ചും അനിശ്ചിതത്വം നിറഞ്ഞ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള നിരന്തരമായ ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ മോനോ മോളോ സ്കൂളിൽ നിന്ന് തിരിച്ചു വരാൻ വൈകുമ്പോഴേക്ക് നമുക്ക് പേടി ഉണ്ടാവാനുള്ള കാരണം എന്താണ്? മരണബോധം. നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പളുങ്കിന്റെ ഒരു ചില്ല് ഇങ്ങനെ താഴേക്ക് വീഴുമോ എന്നുള്ള പേടി ഉണ്ടാവാനുള്ള കാരണം എന്താണ്? താഴെ വീണാൽ അത് പൊട്ടിപ്പോകുമോ എന്നുള്ള നമ്മുടെ പേടി കൊണ്ടാണ്. ഇതേപോലെ തന്നെ മർത്യൻ. എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയാ? സുഖമായി സുഖമായി കഴിയുന്നു എന്ന് പറയും. സുഖമായി തുടങ്ങുന്നു എന്നല്ല, പിന്നെയോ സുഖമായി കഴിയുന്നു. സുഖമായി കഴിഞ്ഞ് പോകുന്നു. ആ വാക്കിൻ്റെ ഉള്ളിൽ തന്നെ ഭീകരമായൊരാശയുണ്ട്. സുഖമായി കഴിയുന്നു. വെയിൽ വെള്ളത്തിലേക്കെന്ന പോലെ നീ എന്നിൽ പ്രവേശിച്ചു. മഞ്ഞുതുള്ളി ഇലയിൽ നിന്നെന്ന പോലെ പിരിഞ്ഞു പോവുകയും ചെയ്തു. വെയിൽ വെള്ളത്തിലേക്കെന്ന പോലെ നീ എന്നിൽ പ്രവേശിച്ചു. മഞ്ഞുതുള്ളി ഇലയിൽ നിന്നെന്ന പോലെ പിരിഞ്ഞു പോവുകയും ചെയ്തു. നന്ദിയുണ്ട് നിന്നോട്. കുറച്ചു നേരത്തേക്കെങ്കിലും ഈ കെട്ടിക്കിടപ്പിനെ സ്ഫടികം എന്ന് തോന്നിച്ചുവല്ലോ.
വെയിൽ വെള്ളത്തിലേക്ക് എന്ന പോലെ നീ എന്നിൽ പ്രവേശിച്ചു. മഞ്ഞുതുള്ളി ഇലയിൽ നിന്നെന്ന പോലെ എടോ നീ പിരിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. കാരണം എന്താണെന്നറിയോ? കുറച്ചു നേരത്തേക്കെങ്കിലും ഈ കെട്ടിക്കിടപ്പിനെ സ്ഫടികം എന്ന് തോന്നിച്ചുവല്ലോ. ഈ കെട്ടിക്കിടപ്പിനെ, ആവർത്തന വിരസമായ ഈ ജീവിതത്തെ ഭംഗിയുള്ളതാക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്, ചില നിമിഷങ്ങളുണ്ട്. അതാണ് നമ്മള്, അല്ലേ? ഞാൻ അടുത്ത നിമിഷം മരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നിയാൽ ഉറപ്പായാല് ഈ നിമിഷം ഞാൻ എന്തായിരിക്കും ആലോചിക്കുക? അടുത്ത നിമിഷം മരിച്ചു പോകും എന്നെനിക്ക് ഉറപ്പായാൽ, ഉറപ്പായി അടുത്ത നിമിഷം ഞാൻ പോവാണ്, ഈ കളി അവസാനിക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായാൽ ഈ നിമിഷം ഞാൻ എന്തായിരിക്കും ആലോചിക്കുക? രണ്ട് കാര്യങ്ങളായിരിക്കും ആലോചിക്കുക. ഒന്ന്, കുറച്ച് മുഖങ്ങൾ, പിന്നെ കുറച്ച് നിമിഷങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരു അഭിമുഖത്തിൽ എം.എൻ. കാരശ്ശേരി ചോദിക്കുന്നുണ്ട്, ബഷീറിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതായിരുന്നു? ബഷീറിന് ഒരു 70 വയസ്സെങ്കിലുള്ള സമയത്താണ് ഈ ചോദ്യം. എത്രയോ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ്, എത്രയോ വലിയ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ആളാണ്, എത്രയോ വലിയ പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ്. ആ ആളോട് ചോദിക്കുകയാണ്, ഈ ആയുസ്സിൽ ഏറ്റവും മനോഹരമായ നിമിഷം ഏതായിരുന്നു? ബഷീർ എന്താ പറഞ്ഞ അറിയോ? ബഷീറിന്റെ മോനുണ്ട് അനീസ്. അനീസ് ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അനീസിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കരഞ്ഞിട്ട് ശ്വാസം നിലച്ചു പോകുന്ന ഒരു അസുഖമുണ്ട്. ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവില്ലേ, ശ്വാസം കിട്ടാതാവുക. അങ്ങനെ ശ്വാസം കിട്ടാതാവുന്ന ഒരസുഖം, ഒരു പ്രയാസം. അങ്ങനെ ശ്വാസം കിട്ടാതായ ഒരു പാതിരാത്രിയിൽ മോനെയും എടുത്ത് ബഷീർ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ ഒരു വാഹനം കിട്ടാനോ ഓടിയ ഒരു നിമിഷത്തെക്കുറിച്ച് ബഷീർ പറയുന്നു. കുറേ ഓടിയിട്ടും എവിടെ എത്തുന്നില്ല. കുഞ്ഞിൻ്റെ ഒരു സൗണ്ടോ ഒരു കരച്ചിലോ പോലും കേൾക്കുന്നില്ല. ബഷീർ ഉറപ്പിച്ചു, എൻ്റെ കുട്ടി മരിച്ചു. ഒരുപാട് പ്രായമായിട്ടാണ് ബഷീറിന് മക്കളുണ്ടാവുന്നത്. കല്യാണം കഴിക്കുന്നത് തന്നെ ഒരുപാട് പ്രായമായിട്ടാണ്. അങ്ങനെ മക്കളുണ്ടായി ആറ്റുനോറ്റ് കിട്ടിയൊരു കുഞ്ഞാണ്. ആ കുഞ്ഞ് ശ്വാസമില്ല, കരച്ചിലില്ല, ഒരു സൗണ്ടില്ല, ഒന്നുമില്ല, ഒരനക്കവുമില്ല. ബഷീർ ഉറപ്പിച്ചു, എൻ്റെ കുട്ടി മരിച്ചു. കരഞ്ഞുകൊണ്ടാണ് പിന്നുള്ള ഓട്ടം. അതിനിടക്ക് ബഷീർ പറയാ, ഒരു കല്ലിൽ തട്ടിയിട്ട് ഞാൻ വീണു. എൻ്റെ കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തുള്ളി. ആ നിമിഷം എൻ്റെ കുട്ടി കരഞ്ഞു. എൻ്റെ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷം. 70 കൊല്ലത്തെ ആയുസ് മുഴുവനും ഒരൊറ്റ കുഞ്ഞിൻ്റെ കരച്ചിലിലേക്ക് വന്നു നിന്നിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറയാണ്, ഈ ആയുസ്സിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് എൻ്റെ കുഞ്ഞിൻ്റെ ആ പാതിരാത്രിയിലെ കരച്ചിൽ. അനിത പ്രതാപ് എന്നൊരു എഴുത്തുകാരിയുണ്ട്. എഴുത്തുകാരിയല്ല, ഒരു പത്രപ്രവർത്തകയാണ്. കേട്ടിട്ടുണ്ടോ? അവരെഴുതിയൊരു പുസ്തകമുണ്ട്, കിട്ടുമെങ്കിൽ വായിക്കണം. അത്രയും മനോഹരമായ ഒരു പുസ്തകമാണ്. ഐലൻഡ് ഓഫ് ബ്ലഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അവര് ജേർണലിസ്റ്റ്. നമ്മുടെ ശ്രീലങ്കയിലെ തമിഴ് പുലികളുടെ നേതാവില്ലായിരുന്നോ, പ്രഭാകരനില്ലായിരുന്നു? ഈ പ്രഭാകരന്റെ ഗുഹയുടെ അകത്ത് പോയിട്ട് ഇന്റർവ്യൂ ചെയ്ത അസാധാരണ മികവും ധൈര്യവുമുള്ള ധീരശാലിയായൊരു സ്ത്രീയാണ് അനിത പ്രതാപ്. അനിത പ്രതാപിന്റെ ആ പുസ്തകം മലയാളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ അതിൻ്റെ പേര് ചോര ചിന്തിയ ദ്വീപ് എന്നാണ്. ആത്മകഥാപരമായൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അനിത പ്രതാപ് ഇങ്ങനെ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ആയുസ്സിൽ, ഇത്രയും കാലത്തെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേരിൽ ഒരുപാട് റിപ്പോർട്ടുകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട്. എന്നെ ശ്രദ്ധേയമാക്കിയ, ലോകപ്രസിദ്ധയാക്കിയ ഇന്റർവ്യൂകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാനിതൊന്നും പറയൂല.
എനിക്ക് കിട്ടിയ അവാർഡുകളൊക്കെ ഞാനൊരു സൈഡിലേക്ക് നീക്കി വെക്കും. എന്നെ പ്രസിദ്ധയാക്കിയ മുഴുവൻ അംഗീകാരങ്ങളെയും നിമിഷങ്ങളെയും ഞാനൊരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിവെക്കും. എന്നിട്ട് ഏതൊരമ്മയെയും പോലെ ലേബർ റൂമിൽ വെച്ച് എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ആദ്യമായി കേട്ട നിമിഷമാണ് എൻ്റെ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷം. 50 കൊല്ലത്തെ ആയുസ് മുഴുവനും ലേബർ റൂമിലെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിലേക്ക് ഇങ്ങനെ സംഗമിച്ച് അനിതാ പ്രതാപ് പറയാണ്, the most beautiful moment in my life. സാരമാം ചില സന്ദർഭങ്ങൾ അല്ല, മാത്രകൾ മാത്രം. വൈലോപ്പിള്ളിയുടെ കവിതയാണ്. ആവർത്തന വിരസമായൊരു ജീവിത മനുഷ്യൻ്റെ. എല്ലാ ദിവസവും ഏകദേശം ഒരേപോലെ തന്നെ. പക്ഷെ ഈ ജീവിതത്തെ, ആവർത്തന വിരസമായൊരു ജീവിതത്തെ കുറച്ചൊക്കെ മനോഹരമാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കുറച്ച് മനുഷ്യന്മാരാണ് അല്ലേ? പിന്നെയോ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടുന്ന കുറച്ച് മൊമെന്റ്സ് ആണ്. മനുഷ്യന്മാരുടെ മനസ്സിൽ നമ്മൾ ബാക്കിയാക്കേണ്ടതും ആ മൊമെന്റ്സ് ആണ്. ശരിക്കും ഇപ്പൊ അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താ? അച്ഛൻ എന്ന് പറയുമ്പോൾ സാറിൻ്റെ മനസ്സിലേക്ക് അച്ഛനെ ഒന്ന് ആലോചിച്ചിട്ട് കണ്ണടച്ചിരുന്നാൽ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്തായിരിക്കും? കുറച്ച് മൊമെന്റ്സ് ആയിരിക്കും അല്ലേ? അമ്മ, അമ്മൂമ്മ, മുത്തശ്ശി, വല്യുമ്മ, വല്ലിപ്പ, പൂപ്പ. മൊമെന്റ്സ് ബാക്കിയാവുക. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നറിയോ? നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നറിയോ? മൊമെന്റ്സ്. കളിപ്പാട്ടങ്ങളൊക്കെ കേടുന്നു അല്ലേ? ഒരു വലിയ ഷോപ്പിംഗ് മാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വലിയ ടോയ്സ് എന്തോ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുട്ടിക്ക്. അങ്ങനെ നമ്മൾ കാറിൽ വന്ന് കയറിയിരുന്ന് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഒരാൾ ഓടി വന്നു, ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ നീല യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഓടി വന്ന് നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് സഹകരിച്ച് വഴിയൊക്കെ കാണിച്ചു തന്ന് അയാളുടെ സഹായത്തോടെ വണ്ടിയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ആ ഗ്ലാസ് മെല്ലെ ഇങ്ങനെ താഴ്ത്തിയിട്ട് ആ സെക്യൂരിറ്റി ഏട്ടനെ വിളിച്ചിട്ട് കൈ കൊടുത്ത് പേരൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് പറ്റുമെങ്കിൽ അയാളെ ഒന്ന് സന്തോഷിപ്പിച്ച് നമ്മൾ ഗ്ലാസ് പൊക്കിയിട്ട് നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ സീറ്റിൻ്റെ അപ്പുറത്തിരിക്കുന്നൊരു ആളില്ലേ, 10 വയസ്സോ 13 വയസ്സോ 5 വയസ്സോ ഒക്കെ ഉള്ള ഒരാളില്ലേ, അയാൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റുണ്ട്. ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റില്ലേ, അത് കേടുവന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ നമ്മൾ കൊടുത്ത ലക്ഷറി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വാങ്ങിക്കൊടുത്ത ആർഭാടങ്ങളൊന്നും ഉണ്ടാവില്ല. അച്ഛൻ എന്ന് പറയുമ്പോൾ, അമ്മ എന്ന് പറയുമ്പോൾ, ഇപ്പ ഇമ്മ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ എന്തുണ്ടാവുക? മൊമെന്റ്സ്. അതൊക്കെ പോകും. മറ്റൊരാളുടെ മനസ്സിൽ നമ്മളിങ്ങനെ ബാക്കിയാവുന്നതെന്നറിയോ? ചില മൊമെന്റ്സ് ഉണ്ടാക്കുമ്പോഴാണ്. മൊമെന്റ്സ്. ആയുസ് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് മൊമെന്റ്സ് ആണ്. അതുകൊണ്ടാണ് അവസാന നിമിഷം ഒരാൾ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ, മരിക്കുകയാണെന്ന് ഉറപ്പായ നിമിഷത്തിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ നിമിഷത്തിൽ, ആ സെക്കൻഡിൽ നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് മുഖങ്ങൾ വരും, മറക്കൂല. പിന്നെയോ ജീവിതം എന്ന് വിളിക്കാവുന്ന കുറച്ച് നിമിഷങ്ങളും വരും. നമ്മൾ ജീവിച്ചു എന്ന് തോന്നുന്ന കുറച്ച് നിമിഷങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നന്നായി ഉറങ്ങാനുള്ള മരുന്ന് ലോകത്ത് കിട്ടും. ഒരാൾക്ക് ഉറക്കില്ലെങ്കിൽ, ഒരാൾക്ക് ഉറക്ക് കിട്ടുന്നില്ല എങ്കിൽ നന്നായി ഉറങ്ങാൻ സഹായിക്കുന്ന ഒരുപാട് ഗുളികകളും മരുന്നൊക്കെ ലോകത്ത് വാങ്ങാൻ കിട്ടും അല്ലേ? സ്ലീപ്പിംഗ് പിൽസുകൾ വാങ്ങാൻ കിട്ടും. അത് കഴിച്ചാൽ ഒരാൾക്ക് വളരെ ഗാഠമായി ഉറങ്ങാനും കഴിയും. ഡെപ്തുള്ള ഉറക്ക് കിട്ടും. ലോകത്ത് നടക്കുന്ന ഒന്നും നമ്മൾ അറിയില്ല. അത്രയും ശാന്തമായി ഗാഠമായി ഉറങ്ങാൻ കഴിയും.
മരുന്ന് കഴിക്കാതെ ഉറങ്ങുന്നവരാണോ നിങ്ങൾ? നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള മനുഷ്യന്മാർ കേട്ടോ. മരുന്ന് കഴിച്ചാൽ മാത്രം ഉറക്കം കിട്ടുന്ന എത്ര മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത് നിന്നറിയോ? മരുന്ന് കഴിക്കാതെ ഉറങ്ങുന്നവരാണോ നിങ്ങൾ? നെഞ്ചിൽ കൈവച്ച് പഠിച്ചവനോട് നന്ദി പറഞ്ഞോളൂ. അതൊരു ചെറിയ കാര്യമേ അല്ല. ഒരാൾക്ക് ഉറക്കില്ലെങ്കിൽ നന്നായി ഉറങ്ങാനുള്ള പിൽസൊക്കെ ലോകത്ത് വാങ്ങാൻ കിട്ടും. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. ശാന്തമായി ഉണരാൻ ലോകത്ത് മരുന്നുകളുണ്ടോ? ഗാഠമായി ഉറങ്ങാൻ ലോകത്ത് മരുന്നുണ്ട്. ശാന്തമായി ഉണരാൻ ലോകത്ത് മരുന്നില്ല. ശരിക്കും ശാന്തമായി ഉണരുക എന്നുള്ളതല്ലേ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഒരു ദിവസം തുടങ്ങുകയാണ്, മറ്റേതൊരു ദിവസം അവസാനിക്കുകയാണ്. ക്ഷീണം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് നമ്മൾ ഉറങ്ങി എന്നൊക്കെ വരാം, കുറച്ച് വൈകിയാലും. പക്ഷെ ശാന്തമായി ഉണരുക എന്നുള്ളത് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതാണെന്ന് തോന്നുന്നു. കാരണം അതിന് മരുന്നില്ല. മറ്റത് വേണമെങ്കിൽ മരുന്നൊക്കെ കിട്ടില്ലേ? ശാന്തമായി ഉണരാൻ മരുന്നില്ല. ശാന്തമായി ഉണരാൻ മരുന്നില്ല. ഉണർന്നു കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഉണ്ടാവുന്ന ശാന്തതയ്ക്ക് മരുന്നില്ല. ഞാൻ ഉണർന്നു കഴിയുമ്പോഴേ, ഈ രാവിലെ ഉണരുമ്പോഴാണ് നമ്മൾ ഏറ്റവും വീക്കാവുക. ശ്രദ്ധിച്ചിട്ടില്ലേ? ഏറ്റവും വീക്കാവുന്ന സമയമാണ്. ഇമോഷണലി ഒക്കെ ഭയങ്കര വീക്കാവുന്ന സമയം. അതുകൊണ്ടാണ് ആ സമയത്ത് ന്യൂസ് വായിക്കരുത്, സോഷ്യൽ മീഡിയ കാണരുത് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം കുറച്ചുകൂടെ നെഗറ്റീവായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്ത കണ്ടാൽ നമ്മൾ അല്ലാത്ത സമയത്ത് തകരുന്നതിനേക്കാൾ, മനസ്സ് വിഷമിക്കുന്നതിനേക്കാൾ വിഷമിക്കും. അതുകൊണ്ട് നെഗറ്റീവായ ഒരു സംഗതിയും വരാൻ സാധ്യതയുള്ള ഒന്നിലേക്കും മനഃപൂർവ്വം പോകരുത്. എന്തെങ്കിലും നമ്മളെ പോസിറ്റീവാക്കുന്ന കാര്യങ്ങളെ രാവിലെ ഉണരുന്ന സമയത്ത് കാണാനും പറയാനും, അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് കേൾക്കാനും ഒക്കെ ശ്രമിക്കാൻ പാടും. ഒരു മരണവാർത്ത ഉണ്ടെങ്കിൽ പോലും ഒരാൾ ഉണർന്ന ഉടനെ അത് പറയരുത്. അയാൾ കുറച്ചൊന്ന് ഉണർന്നു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് അയാൾക്ക് അയാളുടെ ഇമോഷണലി കുറച്ചൊന്ന് ഫിറ്റ് ആകുന്ന